വേണോ, വീട് വേണോ, മക്കള് നന്നാകണോ, എന്താ നിനക്ക് വേണ്ടത്? നീ അള്ളാഹുവിനോട് ചോദിക്കുക. നബിയേ, ഈ രാത്രിയിൽ നിങ്ങൾ പരിശ്രമിക്കുക. നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഈ ശഅബാനിന്റെ ബറാഅത്തിന്റെ രാവിലെ നിങ്ങൾ പരിശ്രമിക്കുക, നിശ്ചയം. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇതിൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശഅബാൻ 15 രാത്രിയിലെ ദുആയിക്ക് ഉത്തരമുണ്ടെന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രാത്രിയുടെ 4 ഭാഗമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. തല ഉയർത്തി നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതിന്റെ ഒന്നാം ആകാശത്തില് സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടിരിക്കുകയാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതാ പടച്ചവനെ, ഒന്നാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ മലക്കുകൾ നിന്ന് വിളിച്ചു പറയുകയാ, ഈ രാത്രിയിൽ ആരാണോ റുകൂ ചെയ്യുന്നവര്, ആരാണോ പടച്ചവനെ ഈ ശഅബാൻ 15 പറയുന്നു, ഈ രാത്രിയിൽ ആരാണോ സുജൂദ് ചെയ്യുന്നത് അവന് സന്തോഷമെന്ന് പറയുകയാ. 3-ാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയുകയാ, ശഅബാൻ 15 ബറാഅത്ത് രാവിലെ ഏത് മനുഷ്യനാണോ പ്രാർത്ഥിക്കുന്നത്, ആരാണോ ദുആ ചെയ്യുന്നത് അവന് സന്തോഷമെന്ന് വിളിച്ചു പറയുകയാ. പടച്ചവനെ, 4-ാമത്തെ കവാടത്തിലെ മലക്കുണ്ടല്ലോ, ആ മലക്ക് പറയുകയാ, ഈ ശഅബാനിന്റെ ബറാഅത്ത് രാവിലെ ഏതൊരു മനുഷ്യനാണോ ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്. പടച്ച റബ്ബേ, 5-ാമത്തെ കവാടത്തിലെ മലക്ക് പറയുകയാ, ആരാണോ ഈ ശഅബാൻ 15 രാത്രിയിൽ അല്ലാഹുവിനെ ഭയക്കുന്നത്, ആരാണോ പടച്ചവനെ ഓർത്തിട്ട് കരയുന്നവന് അവന് സന്തോഷമെന്ന് പറയുകയാ. 6-ാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുണ്ടല്ലോ, അവിടെ വിളിച്ചു പറയുകയാ, ഈ രാത്രി മുഴുവനും മുസ്ലിമീങ്ങൾക്ക് സന്തോഷമാ. 7-ാമത്തെ കവാടത്തിലെ മലക്കുണ്ടല്ലോ, അവിടെ വിളിച്ചു പറയുകയാ, വല്ലതും ചോദിക്കുന്നവരുണ്ടോ, വല്ല ആവശ്യങ്ങളും ചോദിക്കുന്നവരുണ്ടോ, അതവർക്ക് നൽകപ്പെടുമെന്ന് 7-ാമത്തെ കവാടത്തിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ. സ്വർഗത്തിന്റെ 8-ാമത്തെ കവാടമുണ്ടല്ലോ, ആ കവാടത്തിൽ നിൽക്കുന്ന മലക്ക് പറയുകയാ, ആരാണോ തൗബ ചെയ്യുന്നത്, ആരാണോ പൊറുക്കലിനെ തേടുന്നത് അവന് സന്തോഷമെന്ന് മലക്കുകളെ വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജിബ്രീൽ വന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. 1-ാമത്തെ കവാടത്തില്, 2-ാമത്തെ കവാടത്തില് റുകൂ ചെയ്യുന്നവന്, സുജൂദ് ചെയ്യുന്നവന്, പടച്ചവനെ ദിക്ർ പറയുന്നവന്, പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവര്, 8 കവാടങ്ങളിൽ നിൽക്കുന്ന മലക്കുകള് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, ഈ കവാടം ഏതുവരെയാണ് തുറക്കുക, ഏതുവരെയാണ് ഇത് തുറക്കപ്പെട്ടിരിക്കുന്നത്? ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, നബിയേ, രാത്രിയുടെ ആദ്യം മുതൽ പ്രഭാതം പുലരുന്നത് വരെയാ. ഈ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ശഅബാൻ 15 രാവ് മഗ്രിബ് കഴിഞ്ഞത് മുതൽ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ
സ്വർഗ കവാടത്തിലെ മലക്കുകൾ വാതിൽ തുറന്നിട്ടുകൊണ്ട് കാത്തു നിൽക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഈ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആണിന്റെ രോമത്തിനനുസരിച്ച് അല്ലാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശത്തിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് ഓരോ മലക്കും അവിടെ നിന്ന് സന്തോഷ വാർത്ത പറയുകയാ. ഈ രാത്രിയിൽ ആരാ റുക്കൂ ചെയ്യുന്നേ, അവന് സന്തോഷം. ഈ രാത്രിയിൽ ആരാ സുജൂദ് ചെയ്യുന്നത്, അവന് സന്തോഷം. ഈ രാത്രിയിൽ ആരാ ദിക്റ് പറയുന്നത്. ഇങ്ങനെ 8 കവാടങ്ങളിലുമുള്ള മലക്കുകൾ വിളിച്ചു പറയും. ഏതുവരെ? സുബഹി വരെ. ഇന്നത്തെ മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചത് മുതൽ സുബഹി വരെ ഈ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും, അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള രാത്രിയിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഓരോ നിമിഷത്തിനും വല്ലാത്ത വിലയുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നോമ്പ് പിടിക്കാനും നാളെ പകല് നമ്മൾ നോമ്പ് പിടിക്കണം. വലിയ പ്രതിഫലമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശഅബാൻ പകുതിയിലെ രാത്രിയിൽ അല്ലാഹു റഹ്മത്ത് 1-ാം ആകാശത്തിലേക്ക് ഇറക്കുകയും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ ജീവിക്കുന്നത് അല്ലാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത്രയും വലിയ പ്രതിഫലങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ശഅബാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മാസമെന്ന് പരിചയപ്പെടുത്തി ഈ പരിശുദ്ധമായ ഈ ശഅബാനിലെ ഏറ്റവും മഹത്വമേറിയ ഒരു രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ ഒരു നല്ല രാവ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയോജനമുള്ള ഒരു രാവാക്കി മാറ്റാൻ കഴിയണം. ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നാളെ പകല് നോമ്പാ. നമ്മളെല്ലാവരും നാളെ പകല് നോമ്പെടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശഅബാനുൻ ജുന്നത്തും മിനന്നാർ ഫമൻ അറാദ അയ്യുൽ ഖാനി ഫല്യസുമ്മുഹു വലൗ ബിസലാസതി അയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശഅബാൻ നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. ഈ പരിശുദ്ധമായ ശഅബാൻ എന്ന് പറയുന്ന മാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ അതിൽ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയാണ് ശഅബാൻ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നോ, ഫമൻ അറാദ അയ്യൽഖാനി, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പെടുത്തുകൊള്ളട്ടെ. അതൊരു 3 ദിവസമാണെങ്കിലും ശരി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ ആരെങ്കിലും അവിടെ നിന്ന് മുത്തുനബിയെ കാണാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാ. ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടണമെന്ന് കൊതിക്കുന്നവരാ. നബി തങ്ങൾ പറയുന്ന, ആർക്കെങ്കിലും എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ, എന്നെ കാണാൻ, എന്നെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഏറ്റവും കുറഞ്ഞതൊരു 3 നോമ്പെങ്കിലും പിടിക്കണം. നബിത്തങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. റമളാനി നോമ്പ് പിടിക്കണ പാട് നമുക്കറിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ നോമ്പ് ഇത്തിരി കടുക്കും തോന്നുന്നുണ്ട്. ചൂടിൻ്റെ ആ ഒരു പവർ വെച്ച് നോക്കുമ്പോൾ നല്ലതാ. ഒത്തിരി ഉരുകുന്നൊക്കെ കൊഴുപ്പൊക്കെ പോകണ്ടേ, ഇത്തിരിയൊക്കെ ഉരുകുന്നത് നല്ലതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രാവിലെ പ്രഭാതം മുതൽ 10-14 മണിക്കൂർ നോമ്പ് പിടിക്കുന്നു. ഓരോ രാജ്യങ്ങളിൽ എത്രയോ മണിക്കൂറുകൾ നോമ്പ് പിടിക്കുന്നവരുണ്ട്.
ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെയൊക്കെ അവസ്ഥ, അവിടുത്തെ ചൂടൊക്കെ എന്ത് ചൂടാ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ചൂടില്ല. ഇവിടുത്തെ ചൂട് എത്ര, അപ്പം അതിനകത്ത് നോക്കി അറിയാമല്ലോ. ഇവിടുത്തെ അവസ്ഥകളൊക്കെ 30 അല്ലേ, 32 ചൂടൊന്നുമില്ല. പാലക്കാട് ജില്ലയിൽ നല്ല ചൂടാണ്. തമിഴ്നാട്ടിലൊക്കെ പോയി ഞാൻ ഈ അടുത്താണെങ്കിൽ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഉറങ്ങിപ്പോയി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടതിന് പകരം അടുത്ത സ്റ്റോപ്പ് പിന്നെ കോയമ്പത്തൂരേ ഉള്ളൂ. ഉറങ്ങി എഴുന്നേപ്പത്തേക്ക് ട്രെയിൻ വിട്ടു. പിന്നെ ചോദിച്ചപ്പോൾ സംഘാടകർ വിളിക്കാൻ ഗേറ്റിന് വഴി വന്നിരിക്കാം. അവസാനം ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ ട്രെയിൻ വിട്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി കോയമ്പത്തൂരേ സ്റ്റോപ്പുള്ളൂ. ഞാൻ ചോദിച്ചു തിരിച്ചു വരാൻ വല്ല ട്രെയിനുണ്ട്? TTR പറഞ്ഞു ഇനി 6 മണിക്ക് എങ്ങാണ്ട് ഒരെണ്ണമുണ്ടെന്ന്. അതിങ്ങ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം 9 മണിയാവും. 6 മണിക്ക് ഇവിടെ നിന്ന് ലോക്കൽ ട്രെയിനേ ഉള്ളൂ, വേറൊരു വഴിയില്ല. അദ്ദേഹം പറഞ്ഞു എവിടെങ്കിലും നിർത്തണമെങ്കിൽ ഇറങ്ങിക്കൊള്ളാം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു റെയിൽവേ ക്രോസ് കണ്ടു. അപ്പൊ ട്രെയിൻ ഇങ്ങനെ സ്ലോവായി പോയി ഒരു സ്ഥലത്ത് നിർത്തി. രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ട് 2 ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാട് മാത്രമേ കാണുന്നുള്ളൂ, ഇറങ്ങാനുള്ള വഴി പോലും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ആ റെയിൽപാളത്തിൽ കൂടെ ഞാൻ 2 കിലോമീറ്റർ ആ നട്ടുച്ച സമയത്ത് നടന്നു. 2 കിലോമീറ്ററോളം നടന്ന് വരുമ്പോൾ ആ റെയിൽവേ ക്രോസ് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് വണ്ടി കയറി സംഘാടകർ. പക്ഷെ അന്ന് വൈകുന്നേര സമയമായപ്പോൾ കൈയുടെ തൊലിക്കകത്ത് ചെറിയൊരു ചൂടൽ, ഇവിടെ കൈ പൊള്ളുമ്പോൾ ഒരു പുകച്ചിലുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോൾ പരലോകത്തെ കുറിച്ച് അപ്പോഴാണ് ചിന്തിച്ചു പോയത്. അള്ളാഹു നമ്മുടെയൊക്കെ പരലോകം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇത്തിരി ചൂടും പ്രയാസങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകൾ തിരിയുക. വെള്ളിയാഴ്ച എന്ന ജുമാ നിസ്കാരത്തിന് വന്നവരൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ഇന്നിപ്പം ഇതൊന്നും ഇടാത്തത് കൊണ്ട് വല്ലാത്ത ചൂട്. അകത്തിട്ടിരുന്ന ബനിയും വരെ നല്ലതുപോലെ ഞാൻ ഷാജൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം. കാരണം ഇത് ഇടാൻ പറ്റാത്തതിന് കഴിച്ചായിട്ട് ചെറുപ്പത്തേക്ക് എല്ലാം കത്തിപ്പോയി. അപ്പൊ അത്രയും നമ്മുടെ ശരീരമെല്ലാം വല്ലാതെ വിയർക്കുന്നുണ്ട്. ഒന്നോർത്താ അത് നല്ലതാണ്. ആ ഒരു അവസ്ഥ കാണുമ്പോഴെങ്കിലും പൈസ ആരെങ്കിലൊക്കെ തന്ന് സഹായിച്ചാലോ ഒന്ന് അകത്തേക്ക് കയറാൻ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ തന്നെ പള്ളിയുടെ കാര്യവുമായി 2-3 വീടുകളിലേക്ക് കടന്നു നിന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് ബറാത്തിന്റെ രാവായതുകൊണ്ട് അതിന്റെ ബർക്കത്തുണ്ടായിരുന്നു. ബറാത്തിന്റെ രാവായതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ വീട്ടിൽ പോകുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പോയി കണ്ടവരൊക്കെ അൽഹംദുലില്ലാഹ്